ഹൈദരാബാദ് ലാൻഡ് ചെയ്ത ഉടനെ നമ്മൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ നമ്മളൊരു കൗണ്ടറിൽ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള ജുന്നു എന്ന് പറഞ്ഞ ഐറ്റം ആണ് കേട്ടോ ആദ്യമായിട്ട് ട്രൈ ചെയ്യണേ. ഇതൊരു ട്രഡീഷണൽ ഇന്ത്യൻ മിൽക്ക് പുഡിംഗ് ആണ്. കവിൻ്റെ അല്ലെങ്കിൽ ബഫലോൻ്റെ കൊളസ്ട്രത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ പുഡിങ്. ആദ്യമൊക്കെ എനിക്കിത് കഴിച്ചപ്പോൾ മിഷ്ടി ഡോയ് കഴിക്കണ പോലെ തോന്നിയേ. പിന്നീടാണ് അവർ പറഞ്ഞത് ഇത് ബഫലോൻ്റെ അല്ലെങ്കിൽ കവിൻ്റെ കൊളസ്ട്രത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്കും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ മിഷ്ടി ഡോയ് കഴിക്കില്ലേ, അതിൽ കുറച്ച് പെപ്പർ ഇട്ട് എങ്ങനെ ഉണ്ടാവും ആ ഒരു സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു സംഭവം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിച്ചാൽ എനിക്ക് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ എനിക്കിത് കിട്ടുമോയെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മാഗിനേക്കാളും കൂടുതലും അത് ചിക്കൻ ഫ്രൈഡ് മാഗി എന്തോ ആണ്, അതിനേക്കാളും കൂടുതൽ എനിക്ക് ഷവർമയുടെ ടേസ്റ്റാണ് തോന്നിയത്. എങ്ങനെയുണ്ട് നിത്യ? പിന്നെ നല്ലോണം ദാഹിച്ചപ്പോൾ ഗോലി സോഡ കുടിച്ചു. ഒരു ജീര ഗോലി സോഡയും പിന്നെ 2 ലെമൺ ഗോലി സോഡയും കഴിച്ചേ. പിന്നെ എനിക്ക് മോമോസ് കഴിക്കാൻ അതിയായ ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു സ്റ്റീംഡ് മോമോസും ഒരു ഫ്രൈഡ് മോമോസും പറഞ്ഞു. എനിക്ക് ഫ്രൈഡ് മോമോസിനേക്കാളും കൂടുതലും സ്റ്റീംഡ് മോമോസ് ആട്ടാ ഇഷ്ടം. പിന്നെ ഇത് കാത്തി റോൾ ഉണ്ടാക്കുന്നതാണ്. കാത്തി റോൾ കഴിക്കാൻ അത്ര വയറില്ലാത്തതുകൊണ്ട് മോമോസിൽ ഒതുക്കി. അങ്ങനെ നല്ല ഫുഡായിരുന്നു. എനിക്ക് ഇതിൽ ആകെ കൂടെ ഇഷ്ടപ്പെടാത്തത് ആകെ ആ ജുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ആ സംഭവം എന്താണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ ഇഷ്ടപ്പെടാഞ്ഞത്. അല്ലാതെ ഞാൻ ഫുഡിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ല കേട്ടോ.